നമസ്കാരം. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സർക്കാർ പറപ്പിച്ചു. കുറ്റം ബാർ കോഴ കേസ് നിലനിൽക്കും എന്ന് പറഞ്ഞത്, കുറ്റം KM മാണിക്കെതിരെ തെളിവുണ്ടെന്ന് പറഞ്ഞത്, കുറ്റം മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്, കുറ്റം അന്വേഷണം അട്ടിമറിക്കുന്നെന്ന് പറഞ്ഞത്, കുറ്റം അഴിമതിക്ക് കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞത്. അഴിമതി വിരുദ്ധത നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയ സർക്കാർ എന്നാണ് ഇടതുപക്ഷം മേനി നടിക്കുന്നത്. അവിടെയാണ് ഇത് നടക്കുന്നത്. ഇതേ നയപ്രഖ്യാപനം ഉയർത്തിക്കാട്ടി മുൻപൊരു ഉദ്യോഗസ്ഥൻ പലരുടെയും ഉറക്കം കെടുത്തിയിരുന്നു. ജേക്കബ് തോമസ് ഇപ്പോൾ പുറത്താണ്. അതുതന്നെ KP സതീശൻ എന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും സ്ഥിതി. രാവിലെ വിജിലൻസ് കോടതിയിൽ ഹാജരായി, വൈകിട്ട് പുറത്തായി. സതീശന് കോടതിയിൽ എന്തു കാര്യമെന്ന് KM മാണിയുടെ അഭിഭാഷകൻ ചോദിച്ചു. സർക്കാർ ഭാഗം ചോദിച്ചതും അതേ ചോദ്യം. അപ്പോൾ ആരൊക്കെ ചേർന്നതാണ് സർക്കാർ എന്ന് വ്യക്തമായല്ലോ. ഭരണം കിട്ടാനായിരുന്നു ബാർക്കോഴ കേസ്, ഭരണം നിലനിർത്താനാണ് ഇനി ബാർക്കോഴ കേസ്. പക്ഷേ അധികാരം എന്ന അന്തമില്ലാത്ത ആഗ്രഹം കൊണ്ടു നടക്കുന്നവർ ഒരു കാര്യം മാത്രം അറിയുന്നില്ല: ജനം നിങ്ങളെ പുറത്താക്കുമെന്ന്. ഒരു പൊതു താൽപര്യ ഉത്തരവും ഈ സർക്കാർ ഇറക്കാറില്ല. മറിച്ചുള്ള ഉത്തരവുകൾ മിന്നൽ പോലെയാണ് ഇറങ്ങുന്നത്. സതീശനെ സംഹരിച്ച ഉത്തരവ് ഒടുവിലത്തെ ഉദാഹരണം. പാലാഴി മഥനം പോലെ പാലാമഥനം നടത്തി മാണി എന്ന അമൃതെടുക്കാനുള്ള ഒടുവിലത്തെ അടവോ കോടതിയിൽ കണ്ടത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്: പ്രോസിക്യൂട്ടറെ പേടിക്കുന്നതെന്തിന്? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സർക്കാർ എന്ന് പുറത്താക്കിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ KP സതീശൻ, കേസിൽ കക്ഷി ചേർന്ന BJP നേതാവ് V മുരളീധരൻ MP, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു, കേരള കോൺഗ്രസ് M സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ MLA-യുമായ ജോസഫ് M പുതുശ്ശേരി എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ അതിഥികളായി പങ്കുചേരുന്നു. പ്രോസിക്യൂട്ടറോടും കടക്കു പുറത്തോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ആന്റണി രാജു, അഴിമതി വിരുദ്ധത നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയ ഒരു സർക്കാരാണിത്. അതിനെപ്പറ്റി അങ്ങ് ഘോഷിച്ച് വ്യക്തിയുണ്ട്, ജേക്കബ് തോമസ്. ഇപ്പോൾ പുറത്താണ്. ശ്രീ KP സതീശൻ എന്ന് പറയുകയായിരുന്നു, അഴിമതിക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സർക്കാരിനെ എന്നെ കുറ്റക്കാരനായി കാണാൻ കഴിയൂ. അപ്പോൾ എന്താണ് ഈ നയപ്രഖ്യാപനത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? ശ്രീ KP സതീശനും ജേക്കബ് തോമസിനും ഒക്കെ പുറത്തു പോകേണ്ട സാഹചര്യം ഈ സർക്കാർ തന്നെ സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ട്? അല്ല, ശ്രീ KP സതീശൻ പറയുന്ന ആ വാദം ഒട്ടും ശരിയല്ല. കാരണം ശ്രീ KP സതീശൻ എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകനായിട്ടല്ല ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നത്. അദ്ദേഹം സർക്കാരിന് വേണ്ടി വാദിക്കാൻ, സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടറായി സർക്കാരിൻ്റെ ഫീസ് വാങ്ങി ജോലി ചെയ്യാമെന്ന് ഏറ്റ് ഉത്തരവ് വാങ്ങി പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം, അഭിഭാഷകൻ കൂടിയായ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം വിജിലൻസിന് വേണ്ടി ഒരു കോടതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിജിലൻസിൻ്റെ അന്വേഷണവുമായി പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം സ്വയം ഒരു കക്ഷി വക്കീൽ എന്ന റിലേഷനിൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അദ്ദേഹം ഒഴിഞ്ഞു പോകണം. ഞാൻ ഈ പണിക്കില്ല. ശ്രീ ആന്റണി രാജു, ഇതിലെ പ്രശ്നം വിഷയം അഴിമതി ആയിരിക്കെ ആ അഴിമതിയുടെ വേര് കണ്ടെത്തണം, KM മാണിക്കെതിരെ നടപടിയിലേക്ക് പോകണം എന്ന നിലപാടെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് പോകാൻ പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകുന്നു എന്നാണ് അർത്ഥം. വേണു, അങ്ങനെ ഒരാൾക്കൊരു ഒരു വക്കീലിന് അങ്ങനെ നിലപാടെടുക്കാൻ പറ്റില്ലല്ലോ. ഒരു വക്കീൽ ക്ലയന്റ് അഡ്വക്കേറ്റ് റിലേഷൻഷിപ്പാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. മറ്റേതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. സർക്കാർ എന്ന് വെച്ചാൽ പൊതു താല്പര്യമാണ്. പൊതു താല്പര്യം എന്ന് പറയുമ്പോൾ നിയമം നോക്കാൻ ബാധ്യതയുണ്ട് സർക്കാരിന്. അല്ലാതെ ഏതെങ്കിലും ഈ നിയമം നോക്കാനുള്ള സർക്കാരിന്റെ ബാധ്യതകൾ പല കുറി സർക്കാർ പ്രകടിപ്പിച്ചിട്ടും വിജിലൻസ് കോടതി എടുത്ത് ദൂരെ എറിഞ്ഞു ആ നിലപാടുകളെ. എന്നിട്ട് വിജിലൻസ് കോടതിയാണ് 2 വട്ടം തുടരന്വേഷണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇതേ കോടതി തന്നെയാണ്. സർക്കാരാണോ ഈ വിഷയത്തിൽ പൊതു താല്പര്യം അതത് ഘട്ടങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നത് സംശയാസ്പദമാണ്. അതുകൊണ്ട് അതിന്റെ പേരിൽ ആരും മേനി അല്ല വേണു, 2 പ്രാവശ്യം കോടതി എടുത്ത് കളഞ്ഞെന്ന് പറയുമ്പോഴും അതിന് മുകളിലുള്ള ഉയർന്ന കോടതി, ഹൈക്കോടതി എന്താ ചെയ്തത് ഈ കേസിൽ? ഈ കാര്യത്തിൽ എന്താണ് ഹൈക്കോടതി പറയുന്നത്? തെളിവുണ്ടെങ്കിൽ അന്വേഷിക്കും. അതെ, തെളിവുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ വിഷയം അഴിമതി നടന്നു എന്ന് വെറുതെ പറഞ്ഞു അഴിമതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തെളിവ് വേണം. ഞാനെന്ന് പറയട്ടെ വേണു, ഒരു കൊലക്കേസ് നടന്നു, ഒരാൾ കൊല്ലപ്പെടുന്നു, ഒരാളെ പ്രതിയാക്കി കേസ് കൊടുക്കുന്നു, കോടതിയിൽ വരുന്നു, കോടതി തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട്
പ്രതിയെ വെറുതെ വിടുന്നു. അതിൻ്റെ അർത്ഥം കൊലപാതകം നടന്നിട്ടില്ല എന്നുള്ളതല്ല. ഇവിടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് ഒരു കേസിൽ കുറ്റപത്രം കൊടുക്കണമെങ്കിൽ, കുറ്റപത്രം കൊടുക്കേണ്ടായിരുന്നറിയാമോ? പ്രോസിക്യൂട്ടർ അല്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് സുപ്രീം കോടതി വിധികൾ. അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് മാത്രമാണ്. എ പ്രോസിക്യൂട്ടർ ഷാൽ നോട്ട് ലീഡ് ദ ഇൻവെസ്റ്റിഗേഷൻ, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പല കോടതികളും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പ്രോസിക്യൂട്ടർ ഫയൽ കാണിക്കണമെന്ന് പോലുമില്ല. അല്ലല്ല, ഈ പ്രോസിക്യൂട്ടർ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്ന കാര്യം മാത്രമല്ല അങ്ങ് ഉദ്ധരിക്കേണ്ട നിയമവാക്യങ്ങൾ. ഇവിടെ ഈ പ്രോസിക്യൂട്ടർ പറയുകയാണ് ഈ കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇതിൽ പ്രഥമ ദൃഷ്ട്യാ ഒരു കേസുണ്ട്, പ്രഥമ ദൃഷ്ട്യാ പ്രോസിക്യൂട്ട് ചെയ്യാവുന്ന ഘടകങ്ങളുണ്ട്. ഇത് KP സതീശനല്ല ആദ്യമായി കണ്ടെത്തുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനാണല്ലോ ഈ കാര്യങ്ങളിലെല്ലാം പരമാധികാരി. അതും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു R സുകേശൻ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഈ കാര്യത്തിൽ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പോകാൻ കഴിയും, പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നാണ്. അന്ന് R സുകേശൻ പറഞ്ഞത് ശരിയെന്ന് പറയുന്നവർ ഇന്ന് KP സതീശൻ അതേ കാര്യം ആവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് സർക്കാരിനെതിരാകുന്നത്? പ്രഥമ ദൃഷ്ട്യാ കുറ്റമുണ്ട് കണ്ടെത്തുമ്പോഴാണല്ലോ FIR കൊടുക്കുന്നത്. അന്വേഷണത്തിലൂടെയാണല്ലോ പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയത്. അന്വേഷണത്തിൽ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപത്രം കൊടുക്കാൻ കഴിയാതെ പോകുന്നത് സുകേഷനാണല്ലോ. അതിനൊക്കെ വിചാരണ ഘട്ടത്തിൽ എത്തണമല്ലോ ഈ കാര്യങ്ങൾ. അല്ലല്ല, ഒരു നിമിഷം. അങ്ങ് പറയുന്നത് പോലെ സുകേശൻ ഇങ്ങനെ പറഞ്ഞ മാത്രയിൽ തന്നെ അതൊന്നും നടന്നിട്ടില്ല. സുകേശൻ അതാദ്യം പറഞ്ഞു, അന്ന് വിൻസൻ എംപോൾ അത് തിരുത്തി. സുകേശൻ രണ്ടാമതും പറഞ്ഞു, ശങ്കർ റെഡ്ഡി നേരിട്ടിറങ്ങി തിരുത്തി. സുകേശൻ പോയി കോടതിയിൽ പറയുകയാണ് എനിക്ക് സമ്മർദ്ദമുണ്ട്, ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞൊന്നുമല്ല നടന്നിരിക്കുന്നത്, ഇടപെടലുണ്ടായി. അപ്പോഴാണ് കോടതി ഈ കാര്യത്തിൽ നിലപാടെടുക്കുന്നത്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വതന്ത്രരല്ല, ഈ പറയുന്ന തരത്തിൽ പ്രോസിക്യൂഷൻ സ്വതന്ത്രമല്ല, ഒന്നും സ്വതന്ത്രമല്ല. അതത് ഘട്ടങ്ങളിൽ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് ഈ കേസിന്റെ പിൻചരിത്രം. അത് KP സതീശൻ പ്രോസിക്യൂട്ടർ ആയിരിക്കുന്ന ഘട്ടത്തിലും അതിന്റെ തുടർച്ച സംഭവിക്കും. ഞാൻ ചോദിക്കട്ടെ വേണു, അങ്ങനെയാണെങ്കിൽ കോടതിയുടെ മുമ്പിൽ സുകേഷ് കൊടുത്ത റിപ്പോർട്ട് വെച്ചുകൊണ്ട് കോടതിക്ക് കുറ്റപത്രം ഫ്രെയിം ചെയ്ത്, ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്ത് ട്രയലിലേക്ക് പോകാമായിരുന്നില്ല. കോടതിക്ക് എന്ത് കഴിയും കഴിയില്ല എന്നതല്ലല്ലോ. അല്ലല്ല, അതൊക്കെ വേണമല്ലോ, നമുക്ക് കോടതി ഇതിന്റെ ഭാഗമാണല്ലോ. അല്ലാതെ വേണുവും ഞാനും മാത്രം കോടതി സ്വയം അന്വേഷണ ഉദ്യോഗസ്ഥനായി കൂടാല്ലോ. ആകാലോ, കോടതിക്ക് അല്ലല്ല, കോടതിക്ക് തെളിവെടുക്കാം, നേരിട്ട് തെളിവെടുക്കാം. കോടതിക്ക് ഇതിൽ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായ അന്വേഷണം ഉറപ്പുവരുത്താം. അതാണ് കോടതി ഈ ഘട്ടം വരെ ചെയ്തിട്ടുള്ളത്. അല്ലല്ല, ഒരു നിമിഷം. താങ്കൾ ഈ സുപ്രീം കോടതി വിധിയൊക്കെ ഉദ്ധരിക്കുമ്പോൾ ഇന്നത്തെ ഈ വിജിലൻസ് കോടതിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. KP സതീശൻ അപ്പിയർ ചെയ്താൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന്. മാത്രമല്ല ഒരു കാര്യം കൂടെ ചോദിച്ചു, ഈ പ്രോസിക്യൂട്ടറെ എന്തിന് പേടിക്കണമെന്ന്. കാരണം രണ്ടുപേരാണ് എതിർക്കുന്നത് KP സതീശന്റെ സാന്നിധ്യം. ഒന്ന് അങ്ങീ പറയുന്ന ക്ലയന്റ്, രണ്ടാമത് ആരാണ് എതിർത്തത്? അതുകൂടെ ഒന്ന് നാട്ടുകാർ കേൾക്കട്ടെന്നേ. പറയേ, ആരാണ് എതിർത്തത്? ആരാണ് എതിർത്തത്? K മാണിയാണ് എതിർത്തത്. K മാണിയുടെ വക്കീലാണ് എതിർത്തത്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഞാൻ പറയാം, ശ്രീ KP സതീശനെ പോസ്റ്റ് ചെയ്തത് എവിടെ, എന്തിനു വേണ്ടിയിട്ടാണ്? KP സതീശനെ പോസ്റ്റ് ചെയ്തത്, ജേക്കബ് തോമസിനെ പോസ്റ്റ് ചെയ്തതിലേക്ക് വരാം, പോസ്റ്റിംഗിലേക്ക് വരാം, ഉത്തരവിലേക്ക് വരണമല്ലോ. എന്തിനാണെന്നറിയോ? ട്രയൽ സ്റ്റേജിൽ ഹാജരാകാനാണ്. ട്രയൽ സ്റ്റേജിൽ ഹാജരാകാനാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തിന് KP സതീശനെ അപ്പോൾ പോയി ഈ കാര്യങ്ങളുടെ പുരോഗതി അറിയിക്കണം അന്വേഷണ സംഘം? അതെന്റെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അതെ, അതുകൊണ്ട് പ്രോസിക്യൂട്ടറുടെ അഭിപ്രായം സ്വീകരിക്കണമെന്നില്ല. അല്ലല്ല, അത് രണ്ട് കാര്യമാണ്. അല്ലല്ല, പ്രോസിക്യൂട്ടർ പറയുന്ന അഭിപ്രായങ്ങൾ അങ്ങനെ തന്നെ വിഴുങ്ങണമെന്ന് ഞങ്ങളാരും പറയുന്നുമില്ല. പക്ഷേ അഴിമതി ഉണ്ടായിട്ടില്ല എന്ന് K മാണി പറയുന്നത് വിഴുങ്ങേണ്ട കാര്യമില്ല. പക്ഷെ K മാണിയേക്കാൾ ഉറക്കിയത് സർക്കാർ പറഞ്ഞാൽ അത് വിഴുങ്ങണോ വേണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടത്. ഇവിടെ ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ഷൻ നമുക്ക് അതിന്റെ സാങ്കേതികത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ KP സതീശൻ എന്തിനാണെന്ന് കോടതിയിൽ ഹാജരായത് താങ്കളോട് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ശ്രീ ആന്റണി രാജു പറയുന്നു ഇത് വിചാരണ ഘട്ടത്തിൽ മാത്രമാണ് താങ്കൾ ഹാജരാകേണ്ടത്. ആന്റണി രാജുവിനും അദ്ദേഹത്തിനുണ്ടായ ഒരു തെറ്റിദ്ധാരണയാണ് അതിൻ്റെ അടിസ്ഥാനം. അദ്ദേഹം ആദ്യം പറഞ്ഞു ഞാൻ പൈസ മേടിച്ചിട്ട് സാധാരണ കേസ് വാദിക്കുന്ന ഒരു കക്ഷിക്ക് വേണ്ടി ഹാജരാകുന്നു എന്നുള്ള ധാരണയിലാണ്. ഈ കേസിൽ ഇന്ന് വരെ ഞാൻ ഒരു പൈസ സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല. പക്ഷെ ഉത്തരവ് പ്രകാരം അങ്ങ് വേണമെങ്കിൽ എനിക്ക് മേടിക്കാം. അല്ല, ഞാൻ ഫീസ് മേടിച്ചിട്ടില്ല, ഇതുവരെ ഫീസ് മേടിച്ചിട്ടില്ല. ശരി, പക്ഷേ ഒരു നിമിഷം, സർക്കാരുമായുള്ള ക്ലയന്റ് ബന്ധമുണ്ട്. അല്ല, പക്ഷേ അദ്ദേഹത്തിന് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം. ജയലളിത കേസിൽ അമ്പഴകൻ്റെ ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതി പാസ്സാക്കിയ 2014 ആ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയതിനകത്ത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതിനകത്തുള്ള തെറ്റിദ്ധാരണ ആദ്യം മനസ്സിലാക്കണം. അമ്പഴകൻ്റെ കേസിനകത്ത് സുപ്രീം കോടതി സ്റ്റേറ്റ് ഓഫ് കർണാടക ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞു അമ്പഴകനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ കണ്ടക്ടിങ് ട്രയലാണ്. ഇന്ന് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഞാൻ കോടതിയിൽ ഹാജരാക്കി. എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കണ്ടക്ടിങ് ട്രയൽ അല്ല. എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ പറഞ്ഞിരിക്കുന്നത് ഫോർ പ്രോസിക്യൂഷൻ എന്നാണ്. പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു ക്രൈമിനകത്ത് 2 സ്റ്റേജാണ് ഉള്ളത്.
ഒന്നാമത്തെ സ്റ്റേജ് ഇൻവെസ്റ്റിഗേഷൻ പോലീസിൻ്റെ പ്രിറോഗേറ്റീവാണ്. രണ്ടാമത്തെ സ്റ്റേജ് പ്രോസിക്യൂഷൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് കോടതിക്കകത്ത് പ്രോസിക്യൂട്ടറും കോടതിയുമാണ്. ഇത് ഞാൻ കോടതിയിൽ ഹാജരാക്കുന്ന റിപ്പോർട്ട് നല്ലതാണോ തെറ്റാണോ അല്ലെ ശരിയാണോ എന്ന് പറയാനല്ല. ഒരു പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ എൻ്റെ കടമയെന്ന് പറയുന്നത് ഈ കേസിലെ സത്യാവസ്ഥ മുഴുവൻ കോടതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അങ്ങ് തന്നെ നേരത്തെ ഞങ്ങളോട് പ്രതികരിച്ചതുപോലെ സർക്കാരിന്റെ മൗത്ത് പീസ് ആവുകയല്ല, അല്ല പോലീസിന്റെ മൗത്ത് പീസ് ആവുകയല്ല. അല്ല, ഞാൻ സത്യം കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുക, അതാണ് എൻ്റെ ഉദ്യോഗസ്ഥൻ. അല്ല, ഈ സത്യം എന്ന് പറയുന്നത് കണ്ടെടുക്കുന്ന ഒരു അല്ല, അതിനകത്ത് പല ഒരു നിമിഷം അങ്ങ് എവിടെന്നെങ്കിലും കണ്ടെത്തുന്ന ഒരു അത്ഭുത വിഗ്രഹമല്ല. അല്ല, ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങളിലൂടെ, ഈ പറയുന്ന പോലീസിന്റെ അന്വേഷണ സംവിധാനങ്ങളിലൂടെ അങ്ങ് ഉറപ്പുവരുത്തുന്നതാണത്. കറക്റ്റ്. അത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നു എന്നതാണ് അങ്ങയുടെ ചുമതല. അപ്പോൾ ആ കണ്ണിയുടെ ഒരു ഭാഗമാണ് അങ്ങ്. കോടതിയുമായി മാത്രം അങ്ങേ കണ്ണി ചേർക്കുന്നു, സർക്കാരും ഈ അന്വേഷണ സംവിധാനവുമായി എനിക്ക് കണ്ണി ചേർക്കേണ്ടതില്ല എന്ന് പറയുന്നത് അതുകൊണ്ടല്ല. സർക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥരും കണ്ടുപിടിച്ച തെളിവുകൾ, ഇന്ന തെളിവുകൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഫർദർ ആക്ഷൻ ഡ്രോപ്ഡ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് വിജിലൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കോടതിക്ക് 3 മാർഗ്ഗങ്ങളുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട്. ഒന്നുകിൽ ആ റിപ്പോർട്ട് അംഗീകരിക്കുക, അതുകൂടി അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമെന്ന് കോടതി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പറയാം. അതുമല്ലെങ്കിൽ കോടതിക്ക് പ്രതിക്കെതിരെ നേരിട്ട് നോട്ടീസ് അയച്ച് വിളിച്ച് സമൻസ് നടത്തിയിട്ട് ട്രയലിലേക്ക് പോകാം. ഒരു പ്രോസിക്യൂട്ടർ എന്ന രൂപത്തിൽ ഞാൻ ഈ കോടതിയിൽ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ഇന്ന സാക്ഷികളുടെ മൊഴിയിൽ ഇതിന് പ്രോസിക്യൂട്ടർ ആവശ്യമില്ലെങ്കിൽ റിപ്പോർട്ട് കോടതി കൊടുത്താൽ മതി. ആ ഇരിക്കുന്ന കോടതിയിലെ ജഡ്ജിക്ക് അത് വായിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. പ്രോസിക്യൂഷൻ്റെ ഭാഗമെന്ന് പറയുന്നത് പ്രോസിക്യൂട്ടറും കോടതിയും കൂടെ ചേർന്നിട്ടുള്ളതാണ്. കാരണം പ്രോസിക്യൂട്ടർ ഇല്ലാതെ കോടതിയില്ല, കോടതിയില്ലാതെ പ്രോസിക്യൂട്ടർ ഇല്ല. രണ്ടു കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ആളുകളാണ്. എന്തിനു വേണ്ടി? ജസ്റ്റിസ് നടപ്പാക്കണം. അപ്പോൾ ഇന്ന തെളിവുകളിലൂടെ ഈ പ്രതിക്കെതിരായിട്ട് ചാർജ് ഫ്രെയിം ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇന്ന തെളിവുകളുടെ അഭാവത്തിൽ ഈ പ്രതിയെ വെറുതെ വിടേണ്ടതാണ്. ഇത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട കടമയാണ് പ്രോസിക്യൂട്ടർ. പക്ഷേ എൻ്റെ സംശയം അങ്ങനെയെങ്കിൽ ഇവിടെ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത വിഭാഗം ഒരു ക്ലോഷർ റിപ്പോർട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫർദർ ആക്ഷൻ ഡ്രോപ്ഡ് എന്ന് പറഞ്ഞു. ഫർദർ ആക്ഷൻ ഡ്രോപ്ഡ് അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകി കഴിയുമ്പോൾ അങ്ങേക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണുള്ളത്. അങ്ങ് അവിടെ പോയി എന്ത് സത്യമാണ് പറയുന്നത്? ഞാൻ ഈ കോടതിയിൽ ഇന്ന് വരെ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാർ നടത്തിയ ഏതാണ്ട് 6-7 ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാർ ഈ കേസ് നടത്തിയിട്ടുണ്ട്. ഈ കേസിലെ FIR രജിസ്റ്റർ മുതൽ ഇന്നേ ദിവസം വരെ ഈ കേസിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. കോടതി തീരുമാനിച്ചാട്ടെ. അത്ര വിശദമായി അങ്ങേക്ക് പറയാൻ കഴിയുമോ? കഴിയും. കോടതി അത് കേൾക്കുമോ? കേൾക്കും. കാരണം കോടതി പെട്ടെന്ന് ചിലപ്പോൾ കഠിനമായ ചില തീരുമാനങ്ങൾ അല്ല, ഇതൊന്നും വിശദീകരിക്കേണ്ട, ഇവിടെ ഇപ്പോൾ ഈ റിപ്പോർട്ടുണ്ടല്ലോ എന്ന് പറയുകയും കൂടാതെ ഈ ഉള്ളടക്കവും പ്രോസിക്യൂട്ടറും 2 നിലപാടെടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് പറയുകയും ചെയ്താൽ ഞങ്ങൾ വാർത്ത കൊടുക്കും, സർക്കാർ കോടതിയിൽ വലിയ തിരിച്ചടി നേരിടുന്നു, പ്രോസിക്യൂട്ടർ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു, സർക്കാർ നിക്ഷിപ്ത താല്പര്യത്തിലാണ്, ഇങ്ങനെ പോകുന്നു. ഈ സാഹചര്യം ഒഴിവാക്കാൻ സർക്കാർ പ്രവർത്തിച്ചു, ഒരു കടലാസ് അടിച്ചു തന്നു, വൈകുന്നേരത്തോടെ താങ്കൾ അസാധു. അത് എന്താണ് അതിൻ്റെ വികാരം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയി എന്നുള്ളത് എനിക്കറിയില്ല. കാരണം നിശ്ചയമായും. പക്ഷേ എനിക്കറിയില്ല. അതിലേക്ക് വഴിവെക്കുന്ന തരത്തിൽ കോടതിയെ ഒരു സംഘർഷ ഭൂമിയാക്കി മാറ്റാൻ താങ്കൾ ഇന്ന് അവതരിച്ചത് എന്തിന്? ഇല്ല, നേരെ തിരിച്ച് ഞാൻ പറയുക. എൻ്റെ അപ്പോയിൻമെൻറ്റ് തന്നിരിക്കുന്നത് പ്രോസിക്യൂഷന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറഞ്ഞ ട്രയൽ കണ്ടക്ട് ചെയ്യാനല്ല. പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോൾ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ഫാക്ടസ് ഒഫീഷ്യോ ആയി. പിന്നെ പോലീസിന് അതിൻ്റെ റോളില്ല. പിന്നെ അന്നേരം മുതലുള്ള റോള് അത് ക്ലോഷർ റിപ്പോർട്ടാണെങ്കിലും ട്രെയിനിങ് ഇൻചാർജ് ആണെങ്കിലും പ്രോസിക്യൂട്ടറിൻ്റെതാണ്. ആ നിയമന ഉത്തരവ് എൻ്റെ കയ്യിലിരിക്കുന്ന സമയത്ത് ഞാൻ കോടതിയിൽ ആദ്യം ബാധ്യസ്ഥനാണ്. ശരിയാണ്. പക്ഷേ ഇന്ന് ഞാൻ ഹാജരായില്ല. ഈ സംഘം പറഞ്ഞു ഹാജരാണോന്നില്ല. അല്ല, അവർ പറയേണ്ട ആവശ്യമില്ല. അവരല്ലേ എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ശരി, പക്ഷേ അങ്ങനെയെങ്കിൽ വിജിലൻസ് എന്നോട് വേണമെങ്കിൽ ഗവൺമെന്റിന്റെ ഉപദേഷ്ടാവ് പറയുന്നു വേണ്ട. അല്ല, അദ്ദേഹം എന്നോട് രേഖാമൂലം പറയണമായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം കോടതിയിൽ വന്ന സമയത്ത് എന്നോട് ആദ്യം അവിടുത്തെ നിയമോപദേഷ്ടാവ് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞത് നല്ല കാര്യമാണ് സാർ, കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ഉള്ളതാണ്, സന്തോഷമാണ് സാർ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ആ കോടതിയിലേക്ക് സ്വീകരിക്കുന്നത്. പക്ഷെ അവിടെ വന്നപ്പോൾ വിധം മാറി. അത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതിന് പ്രത്യേകിച്ച് താല്പര്യമുള്ളതായിട്ട് എനിക്കറിയാം. പറഞ്ഞു അല്ല അങ്ങ് പറഞ്ഞ ഒരു ഫാക്ച്വൽ എററുണ്ട്. അങ്ങ് പറഞ്ഞ് പ്രോസിക്യൂട്ട് ചെയ്യാനാണ് അങ്ങേ നിയമിച്ചിട്ടുള്ള ഉത്തരവ് എന്നുള്ളത് ശരിയല്ല. കാരണം ഈ ഇതുപോലെ ഒരു ഡിസ്പ്യൂട്ട് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഗവൺമെന്റ് കൊടുത്ത റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി അല്ലല്ല ഞാൻ പറയട്ടെ, ഹൈക്കോടതി ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2017 മാർച്ചിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈസ് ഓൺലി ഫോർ കണ്ടക്ടിംഗ് ട്രയൽ ഓഫ് ദി കേസ്. അതാണ് ഹൈക്കോടതിയിൽ പോലും വരാൻ പാടില്ല. അല്ലല്ല, അതിലെ വ്യത്യാസം മിസ്റ്റർ ആന്റണി രാജു ഹൈക്കോടതി പറഞ്ഞത് എനിക്കറിയാം. അല്ലല്ല, ഞാൻ ആ കേസിൽ അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയിൽ അപ്പിയർ ചെയ്യാൻ അനുവദിക്കുമായിരുന്നല്ലോ. അല്ലല്ല, ഞാൻ അങ്ങനെയല്ല. ഹൈക്കോടതിയിൽ ഈ വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെ ചലഞ്ച് ചെയ്ത് വന്നപ്പോഴാണ് ഇതിനകത്ത് എന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത്.
അപ്പോയിൻമെൻറ്റ് നടത്തിയ ഉടൻ തന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ SP എല്ലാവരും കൂടെ എന്നോട് വന്ന് പറഞ്ഞു, സാർ ഇങ്ങനെയാണ്, അഫിഡവിറ്റ് ഫയൽ ചെയ്യണം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ട് അഫിഡവിറ്റ് തയ്യാറാക്കി, അവർ കൊണ്ടുവന്ന മെറ്റീരിയൽസ് വെച്ച് തയ്യാറാക്കി കോടതിയിൽ ഫയൽ ചെയ്തു. ആ സമയത്ത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മിസ്റ്റർ ശ്രീധരൻ നായർ പറഞ്ഞു, ഇദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ട്രയൽ കോടതിയിലേക്കാണ്, ഇവിടെ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണ്. അല്ല രേഖ അല്ലല്ല, ഹോം സെക്രട്ടറി അഫിഡവിറ്റ് തന്നെയാണ് ഈ കോട്ട് ചെയ്തിരിക്കുന്നത്. അല്ലെന്നേ ഹോം സെക്രട്ടറി ഇല്ല, കോടതി പറഞ്ഞത് ഒരു കാര്യം ചെയ്യും, ഹോം സെക്രട്ടറി ഒരു അഫിഡവിറ്റ് ഫയൽ, അപ്പോൾ അദ്ദേഹം ഫയൽ ചെയ്ത് അഫിഡവിറ്റ് പറഞ്ഞ് ട്രയൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇന്ന് ഞാൻ കോടതിയിൽ ഹാജരാക്കി, ഈ ഉബൈദിൻ്റെ ജഡ്ജ്മെൻറ്റ് ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഇത് രണ്ടും പരിശോധിച്ച ശേഷം കോടതി പറഞ്ഞത് ഞാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അംഗീകരിക്കുന്നു. അല്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സ്റ്റേറ്റിൻ്റെ വിജിലൻസിൻ്റെ പ്രോസിക്യൂട്ടർ പറഞ്ഞു എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു, കോടതി ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന്. കോടതി പറഞ്ഞു എൻ്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് ജോലിയില്ല, ക്ലാരിഫിക്കേഷൻ നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. എനിക്ക് ക്ലാരിഫിക്കേഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. അതിൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ സർക്കാരിനോട് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞു. അങ്ങയുടെ അപ്പോയിന്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഫോർ പ്രോസിക്യൂഷൻ ക്രൈം സച്ച് ആൻഡ് സച്ച് എന്നാ പറഞ്ഞത്. ശരി, ഞാൻ രണ്ടുപേരിലേക്കും വരാം. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, KP സതീശൻ ഹാജരാകുന്നതിൽ എന്തുകൊണ്ടാണ് സർക്കാരിനെ പോലെ തന്നെ KM മാണിയുടെ അഭിഭാഷകനെ എതിർത്തത്? KM മാണിയുടെ അഭിഭാഷകൻ എതിർക്കേണ്ട കാര്യമേ ഇല്ല. കാരണം കോടതി അത് മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത്തരം ഘട്ടങ്ങളിൽ വിചാരണയ്ക്ക് എത്തുന്നതിന് മുൻപുള്ള ഘട്ടങ്ങളിൽ പ്രതിഭാഗത്തിന്റെ ഒരഭിപ്രായം കേൾക്കേണ്ടതില്ല എന്ന് സുപ്രീം കോടതി വിധിയുള്ളതാണ്. ചാടിക്കയറി പറയുകയാണ്. ഒപ്പം സർക്കാരും കൂട്ട് കക്ഷി എന്ന നിലയിൽ കോടതിയിൽ നിൽക്കുകയാണ്. ഇത് തന്നെയാണ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവ്. പ്രതിയും വാദിയും ഒന്നിക്കുന്നു അവിടെ. ഒരു നീതി നടപ്പാകണമെന്ന് സർക്കാർ തന്നെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെ കർത്തവ്യ നിർവഹണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ശ്രീ പുതുശ്ശേരി. വേണു ഇവിടെ ബോധപൂർവം പുകമറ സൃഷ്ടിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട വസ്തുത എന്താണ്? ഈ കേസ് 3 തവണ അന്വേഷിച്ചു. 3 തവണ അന്വേഷിച്ചപ്പോഴും ഒരു തെളിവിൽ ലഭിച്ചില്ല. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത നിങ്ങൾ വേണു ഒന്ന് വിലയിരുത്തുക. ആരോപണം ഉന്നയിച്ച ബിജു രമേശ് പറഞ്ഞത് എന്താണ്? നിങ്ങളോട് തലസ്ഥാന നഗരിയിലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ്, എൻ്റെ കയ്യിൽ ശബ്ദരേഖയുണ്ട്, എൻ്റെ കയ്യിൽ ദൃശ്യരേഖയുണ്ട്, 3 മണിക്കൂർ സാവകാശം തന്നാൽ ഞാനിത് ഹാജരാക്കാം. ഒരു കാര്യവും ഹാജരാക്കിയില്ല. അപ്പോൾ ഇവിടെ തുടക്കം മുതൽ ഇത് ബോധപൂർവമായ ഗൂഢാലോചനയാണ് എന്ന് വ്യക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. 3 തവണ അന്വേഷണം. പിന്നെ ഒരു തവണ അന്വേഷണം ഉണ്ടായതെങ്ങനെയാണ്? ജേക്കബ് തോമസ് കേരളത്തിലെ വിജിലൻസ് ഡയറക്ടറായി 11 മാസക്കാലം കസേറയിലുണ്ടായിരുന്നു. അദ്ദേഹം കസേറയിലുണ്ടായിരുന്ന കാലത്താണ് ഒരു തവണത്തെ പുനരന്വേഷണത്തിനുള്ള നടപടി വരുന്നത്. സുകേശൻ്റെ ഞാൻ വേണ്ട പോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള അസാധാരണമായ നടപടിയിലേക്ക് കടക്കുന്നത്. അത് സ്വാഭാവികമായി ജേക്കബ് തോമസിൻ്റെ ബുദ്ധിമൂശയിൽ ഉതുർത്ത ഒരു കാര്യമാണ്. അതിനുശേഷമാണ് അടുത്ത അന്വേഷണം നടക്കുന്നത്. ജേക്കബ് തോമസ് ഏതായാലും മാണി സാറിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തുന്നയാളാണ്, അണുവിരലിൻ്റെയെങ്കിലും ശ്രമം നടത്തുന്നയാളാണല്ലോ. ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് മൈക്രോസ്കോപ്പിക് എൻക്വയറി നടന്നു. അദ്ദേഹം നടത്തിയിട്ട് അദ്ദേഹത്തിന് ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത്തരത്തിൽ യാതൊരു തെളിവുമില്ലാത്ത ഒരു കേസാണ് ഇത് എന്ന വസ്തുത മുന്നിൽ നിൽക്കുകയാണ്. പോട്ടെ, അത് കോടതി വിലയിരുത്തട്ടെ. 3ാം തവണ നമുക്കറിയാവുന്ന പോലെ ഒരു വസ്തുത കൂടി ഇവിടെ അവശേഷിക്കുന്നു. ഇത് ഹൈക്കോടതിയിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി ഹൈക്കോടതിയുടെ മുമ്പിലാണ്. ഹൈക്കോടതി നിരന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തി. വിജിലൻസ് കേസ് അന്വേഷണത്തിന് വേണ്ടി പലതവണ അവധി ചോദിച്ചു. ഹൈക്കോടതി അനുവദിച്ചു കൊടുത്തു. അതിനെ തുടർന്ന് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ വിജിലൻസ് സീൽ വെച്ച കവറിൽ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 45 ദിവസത്തിനുള്ളിൽ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞതും വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കുകയും